ആശങ്ക എന്താണെന്ന് വെച്ചാല് ബോബി സാറുമായിട്ട് ഞങ്ങൾക്ക് ഇതുപോലുള്ള കൺഫ്യൂഷൻസും പ്രോബ്ലംസും ഒന്ന് തുറന്നു പറയാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു ബിസിനസിന്റെ പ്ലാൻ കേട്ട സമയത്ത് സാറിന്റെ ഫോട്ടോ കണ്ട് അന്ന് ദൈവത്തിന്റെ തുല്യം സ്നേഹിച്ച വ്യക്തി ഞാനാണ്. എത്രയോ സമയം വിജയക്കാട് ഈ ബിസിനസ്സിലേക്ക് വന്ന സമയത്ത് എന്റെ മക്കൾക്ക് വരെ ഭക്ഷണം കൊടുക്കാൻ പറ്റാത്ത സമയം ഉണ്ടായിരുന്നു സാറേ. എന്റെ കുട്ടിക്ക് പനി ആയ സമയത്ത് 10 രൂപ ബസ്സിന് പൈസ ഇല്ലാത്ത സമയത്ത് ഞാൻ വിജയക്കാട് ചെയ്തിട്ടുണ്ട്. ബസ്സിൽ നിന്ന് കണ്ടക്ടറോട് ആട്ടി കേട്ടിട്ടുണ്ട്, 10 രൂപ ഇല്ലാണ്ടാണോ നിങ്ങൾ ബസ്സിൽ കയറിപ്പോയിരുന്നത്. അങ്ങനത്തെ വ്യക്തി ഇന്ന് 3.5 കോടിയോളം നേടിയിട്ടാണ് ഇരിക്കുന്നത്. ഇന്നത്തെ എന്റെ ഒരു ദിവസത്തെ വരുമാനം സാർ ഒന്ന് ചെക്ക് ചെയ്ത് ഞാൻ ഒന്നും പോയിട്ടില്ല. 17,825. മാതൃകാപരമാണ് ഇത്രയും ചെറിയ ലെവലിൽ കയറി വന്നപ്പോൾ വളരെ ടച്ചിങ്. ഞാൻ വീട്ടു ജോലിക്ക് പോയ ഒരാളാണ്. എനിക്ക് ഇത്ര വരുമാനം വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ സർക്കാരെല്ലാം കൂടെ കൂടില്ലേ. വളരെ സന്തോഷമാണ് എന്റെ കുടുംബം ഹാപ്പി ആയിട്ട് പോകുന്നത് ഈ ഒരു വിഷയങ്ങളിലൂടെയാണ്. ശരിക്കും പറഞ്ഞാൽ 7 വർഷം പിന്നിടുമ്പോൾ ഇന്ത്യക്കകത്ത് ഒരുപാട് സാധാരണക്കാരുടെ നിന്നും 100 കോടീശ്വരന്മാർ സൃഷ്ടിച്ച ഒരു കമ്പനിയുള്ളൂ, ഒരു ചെറുതായുള്ള സ്ഥാപനമാണ്. സാധാരണ ഈ ചിലവരൊക്കെ കിട്ടിയതൊക്കെ പറയും, ഇത് കിട്ടി കാര്യമാണെന്ന്. ചിലവര് എന്ത് കിട്ടിയാലും കിട്ടുന്നുള്ളൂ. അത് ചില മലയാളികളുടെ അതൊക്കെ എനിക്ക് പൈസയൊക്കെ കിട്ടുന്നേക്കാൾ ഇപ്പൊ ഈ പറയുന്ന ഇതുണ്ടല്ലോ യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറയുമ്പോൾ ഇൻസ്പിറേഷൻ